നമുക്കിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പച്ചരിയാണിത്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ച പച്ചരി നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു നുള്ളുപ്പും ഒരു തവി ചോറും ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ഒരു 4-5 ഏലക്കയും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ച ബാറ്ററിൽ നിന്നും ഒരു പകുതിയോളം എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാറ്റർ എടുത്ത് അതിലേക്ക് കുറച്ച് ശർക്കര, മധുരത്തിന് എത്രയാണോ ആവശ്യം അത്രയും ശർക്കര ചേർത്ത് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ബാറ്ററും ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. ഇപ്പോൾ കണ്ട് 4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 2 ബാറ്ററും നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ച് വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയില്ലേ നമ്മൾ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അപ്പച്ചെമ്പ് വെച്ച് അതിലേക്ക് ഈ നെയ്യ് സ്പ്രെഡ് ചെയ്ത പ്ലേറ്റ് വെച്ചിട്ട് നമ്മുടെ ശർക്കരയുടെ ബാറ്റർ ആദ്യം കോരി ഒഴിച്ചു കൊടുക്കുക. ഒരു 5 തവിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതൊരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതും ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കിസ്മിസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുക. പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.